ഹലോ! അങ്ങനെ കാത്ത് കാത്ത് തിരുവോണം എത്തിയല്ലേ. ഇത്തവണ എന്തായാലും ഞങ്ങൾക്ക് ഓണമില്ല കേട്ടോ. അനന്തുവിൻ്റെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണം സംഭവിച്ചതുകൊണ്ട് തന്നെ ഇത്തവണ ഓണമില്ല. പക്ഷെ വീട്ടിൽ വന്ന് അച്ഛനും അമ്മേനെയും കാണാതിരിക്കുന്നത് എങ്ങനെയാണ് നല്ലൊരു ദിവസമായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. മലപ്പുറത്ത് എൻ്റെ വീട്ടിലാണ്. രാവിലെ തന്നെ ഒന്ന് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവന് സദ്യയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി വീഡിയോയും ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാം എന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അമ്പലത്തിലോട്ട് പോകുന്ന വഴി. രണ്ട് സൈഡും ഇതുപോലെ നിറയെ നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമുള്ള അമ്പലമാണ്. അതുപോലെ തന്നെ നല്ല പേര് കേട്ട അമ്പലമാണ് കേട്ടോ ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം. ഇതാണ് ശരിക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ആ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുവാണ്. കാരണം രാവിലത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് വൈകിയാണ് വന്നത്. അമ്പലത്തിനകത്തോട്ട് എന്തായാലും കയറി പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തൊക്കെ ഒന്ന് വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വരുന്നത്. ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ അതിൻ്റെ 26 ഷട്ടറും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 26 28 എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. എന്തായാലും ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്ന് ആ പാടത്തൂടെയൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്ന് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് കിടക്കുകയാണ്. തിരുവോണത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അച്ഛൻ, അമ്മ, ഞാൻ, അനന്തു, ഏട്ടൻ, ഏട്ടത്തിയമ്മ, ഇത്രയും പേരാണ് ഉള്ളത്. അങ്ങനെ എന്തായാലും ഇത്തവണത്തെ ഓണം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.